نحمدك يا من وضحت لنا سبل الهداية وأزهت عن بصائرنا غشاوة الغواية، ونصلي ونسلم على من أرسلتها شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا قبلك من المرسلين إلا أنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. ഏറെ സ്നേഹാദരണീയരായ വിശ്വാസി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലാകമാനം സസൂക്ഷ്മം കാത്തുസൂക്ഷിച്ച് നല്ല വിശ്വാസികളായി ജീവിച്ച് മരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പരമകാരുണികനായ റബ്ബ് യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖികളിൽ, മുവഹിദുകളിൽ, മുഖ്ലിസുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ പോലെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ചരിത്രത്തിന് പൊതുവെ താരീഖ് എന്നാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. മദ്രസയിലെ വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിലൊന്ന് താരീഖായിരിക്കും. അതിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ ചരിത്രമാണ്. പൊതുവെ താരീഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിലെ കാലഗണനയ്ക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില വ്യക്തികളുടെ ചരിത്രങ്ങളുണ്ടാകാം, ഗോത്രങ്ങളുടെ ചരിത്രങ്ങളുണ്ടാകാം, അതുപോലെ ഭരണകർത്താക്കളായി ജീവിച്ചു പോയ ആളുകളുടെ ചരിത്രങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ ചരിത്രങ്ങൾ വിവരിക്കപ്പെടുമ്പോൾ അത് ഇന്ന കാലഘട്ടം മുതൽ, അബ്ബാസിയ ഭരണകൂടത്തെക്കുറിച്ച് പറയുമ്പോൾ കാണാം അത് ഇന്ന നൂറ്റാണ്ട് മുതൽ ഇന്ന നൂറ്റാണ്ട് വരെ. അതിന് തൊട്ട് മുമ്പ് അമവിയ ഭരണകൂടം, അത് ഇത്ര കാലഘട്ടം. വ്യക്തിപരമായ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയാറുണ്ട്. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച് അതിൻ്റെ തീയതിയിൽ ഇന്ന സ്ഥലത്ത് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ തുടക്കത്തിനും ഒടുക്കത്തിനും ഒരു പ്രാധാന്യമുണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ താരീഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കാലഗണനയ്ക്കുള്ളിൽ
കഴിഞ്ഞു പോയിട്ടുള്ള അതല്ലെങ്കിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട അവരുടെ ചരിത്രത്തെയാണ് താരീഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിൽ വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്, ഭരണകർത്താക്കളുണ്ട്, അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ചരിത്രങ്ങൾ. പക്ഷെ താരീഖ് എന്നൊരു പ്രയോഗം ഖുർആനിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ചരിത്ര വിശകലനങ്ങൾ നടത്തിയെടുത്ത് താരീഖ് എന്നൊരു പ്രയോഗമില്ല. നേരെ മറിച്ച് ഖുർആൻ അതിന് പകരമായി കൊണ്ടുവന്നൊരു വാക്ക് ഖസസ് എന്നാണ്. ഖുർആനിലൊരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൽ ഖസസ്, കഥകൾ വിവരിക്കുന്ന, പൂർവകാല ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇസ്ലാം ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് എടുത്തു പറയുന്ന വ്യക്തികൾക്കോ അതല്ലെങ്കിൽ തലമുറകൾക്കോ സമൂഹങ്ങൾക്കോ ഒന്നും അവരുടെ ഡേറ്റുകൾക്ക് പ്രസക്തിയില്ല, ആ തീയതികൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും ഈയൊരു വസ്തുത നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഖുർആനിലെ ഒരു പദപ്രയോഗവും കേവലം യാദൃച്ഛികമല്ല, അതിനൊക്കെ കൃത്യമായ അർത്ഥവും വ്യക്തമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുമുണ്ട് എന്നുള്ളത് അതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഖസസ് എന്ന പ്രയോഗവും വെറുതെ കൊണ്ടുവന്നിട്ടുള്ള ഒന്നല്ല. നേരെ മറിച്ച് ഖുർആനിൻ്റെ ചരിത്ര വിശദീകരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ മൂസാ അലൈഹിസ്സലാമയുടെ ചരിത്രമുണ്ട്. മൂസാ അലൈഹിസ്സലാമയുടെ ചെറുപ്പകാലവും യുവത്വകാലവും അങ്ങനെയെല്ലാം വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെയും കുട്ടിക്കാലവും പ്രായവും പക്വതയും എത്തിയതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളും ഒക്കെ ഖുർആനിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സൂറത്ത് യൂസുഫ് വളരെ വിശദമായി തന്നെ യൂസുഫ് അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രം നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ, യഹ്യ അലൈഹിസ്സലാമയുടെ തുടങ്ങി ഒട്ടനവധി പ്രവാചകന്മാരുടെ ജനനത്തെക്കുറിച്ച്, അവരുടെ ബാല്യത്തെക്കുറിച്ച്, യുവത്വത്തെക്കുറിച്ച്, പിന്നീട് അങ്ങോട്ടുള്ള അനേകം വ്യത്യസ്തമായ ഘട്ടങ്ങളെയൊക്കെ എടുത്ത് വിശദീകരിക്കുമ്പോഴും എവിടെയും അവർ ജനിച്ചതിൻ്റെ തീയതി, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് കാണുക സാധ്യമല്ല ഖുർആനിൽ നിന്ന്. ഖുർആനിൽ എന്നല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് മരണ തീയതിയും. ജനന തീയതിയും മരണത്തീയതിയും പ്രത്യേകമായി പരാമർശിക്കപ്പെടുകയോ ആ വിഷയത്തെക്കുറിച്ച് തന്നെ ഒരു കൃത്യമായ ചർച്ചയോ ഒന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുക സാധ്യമല്ല. നേരെ മറിച്ച് അതിനിടയിലുള്ള അവരുടെ ഒരു കാലഘട്ടമുണ്ട്. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച, ജനങ്ങൾക്ക് മുമ്പിൽ അവർ ജീവിച്ച് കാണിച്ച ചില കാര്യങ്ങൾ, അതിനെയാണ് ഇസ്ലാം കൃത്യമായി എടുത്തു കാണിക്കുന്നതും ചരിത്രമായി വിശദീകരിച്ചു തരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിഭിന്നമല്ല. ഇതേ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഖുർആനും ഇസ്ലാമിക ചരിത്രവുമൊക്കെ ആ വിഷയത്തെ കണ്ടിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലോകം അനുഷ്ഠിക്കേണ്ട എന്ത് കർമ്മമാണുള്ളത്? ഒരു കർമ്മമുണ്ട്. റസൂലിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഇസ്ലാമിക സമൂഹം, മുസ്ലിം ലോകം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമുണ്ട്. അത് പഠിപ്പിച്ചത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
ആ കാര്യം ബന്ധപ്പെട്ട് നിൽക്കുന്നത് റസൂൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന റബീഉൽ അവ്വൽ മാസവുമായി ബന്ധമുള്ളതേ അല്ല. നേരെ മറിച്ച് എല്ലാ മാസത്തിലും കടന്നു വരുന്നു, അത് എല്ലാ ആഴ്ചയിലും കടന്നു വരുന്നു. ഏതാണ് തിങ്കളാഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയുന്നത് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് തിങ്കളാഴ്ചയെ സംബന്ധിച്ചാണ്. തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, സ്വഹാബത്തിനോട്, എന്താണ് റസൂലേ താങ്കൾ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കാൻ കാരണം? അതിന് മറുപടി കൊടുത്ത കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഒരു മറുപടി, ഫീഹി വുലിത്തു, അന്ന് ഞാൻ ജനനം കൊണ്ടു എന്നുള്ളതാണ്. അപ്പം തിങ്കളാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് ജനിച്ചു വീണു എന്നുള്ളതാണ്. അന്ന് ചെയ്യേണ്ട ആരാധനാ കർമ്മമാണ് നോമ്പ്. അത് അനുഷ്ഠിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കേണ്ട, മതം അനുഷ്ഠിച്ച, മതം നിഷ്കർഷിച്ച, ചെയ്യണമെന്നാവശ്യപ്പെട്ട സുന്നത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ട, റസൂലിൻ്റെ ചര്യയാണ് എന്ന് ബോധ്യപ്പെടുത്തപ്പെട്ട കർമ്മമാണ് തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. റസൂലിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹം ആചരിക്കേണ്ടതോ ആഘോഷിക്കേണ്ടതോ അനുഷ്ഠിക്കേണ്ടതോ ആയ മറ്റൊരു കർമ്മവുമില്ല എന്നത് വളരെ വ്യക്തമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന എന്തൊക്കെയാണ്? റസൂലിൻ്റെ പേരിൽ ചർച്ച ചെയ്യപ്പെടുന്ന അനേകം കാര്യങ്ങൾ അല്ലെ. ഞങ്ങളുടെ കയ്യിൽ റസൂലിൻ്റെ തിരുകേശമുണ്ട്, അത് ആടുന്നുണ്ട്, അനങ്ങുന്നുണ്ട്, വളരുന്നുണ്ട്. എന്തെല്ലാം അവകാശവാദങ്ങൾ! എവിടെ നിന്നോ കിട്ടിയ ഒരു മുടിയുമായി വന്നുകൊണ്ട് അത് റസൂലിൻ്റെതാണ് എന്ന പച്ചക്കളവ് നിരത്തി ഈ സമൂഹത്തെ മുഴുവൻ ഒരു മുടിയിൽ കുടുക്കിയിടുകയാണ് പണ്ഡിത പൗരോഹിത്യം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സമൂഹം മനസ്സിലാക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട്. റസൂലിൻ്റെ ജീവിതമുണ്ട്. റസൂൽ ഈ ലോകത്തോട് ഓതിക്കൊടുത്ത കുറേ സന്ദേശങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി വിളിച്ചു പറയാനും ജീവിച്ചു കാണിക്കാനും മാതൃക കാണിക്കാനും അർഹതയുള്ളവരും അവകാശമുള്ളവരുമാണ് മുസ്ലിം സമൂഹം. അതാണ് യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത് ചെയ്യേണ്ടത്. റസൂലിൻ്റെ ആസാറുകൾക്ക് പുണ്യമുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയും നഖവും ഉമിനീരും വിയർപ്പും വരെ അത് കൃത്യമായി പരിഗണിക്കപ്പെടേണ്ടവയാണ്. അതിന് അർഹത നൽകേണ്ടത് ഏത് രൂപത്തിലാണതോ പവിത്രമായി കാണേണ്ടത് അത് കണ്ടവരാണ് സ്വഹാബത്ത്. അത് അവരുടെ ആ കാലഘട്ടത്തോടു കൂടി തീർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു മുടിയോ നഖമോ റസൂലിൻ്റേതാണ് എന്ന് കൃത്യമായി തെളിവോടുകൂടിയുള്ള സനദോടുകൂടിയുള്ള ഒന്നും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന് തർക്കമില്ലാത്ത കാര്യമാണ്. എന്തിനേയും ചൂഷണമാക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾക്ക് മാത്രമേ അതിൽ ഭിന്നതയുള്ളൂ. ഇവിടെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റസൂലിൻ്റെ ചര്യകളാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിക്കപ്പെടുമ്പോൾ, കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, ഇല്ല എൻ്റെ റസൂൽ ഇങ്ങനെയായിരുന്നു, ആ റസൂലിൻ്റെ ജീവിതം എന്നതായിരുന്നു എന്ന് സ്വന്തം ജീവിതം കൊണ്ടും വർത്തമാനം കൊണ്ടും സ്വഭാവം കൊണ്ടുമൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷിയാകാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ റസൂലിൻ്റെ ചര്യ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സ്വന്തത്തിൽ നിലനിർത്താനും നമുക്ക് സാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, ആരായിരുന്നു റസൂൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി റസൂൽ മനുഷ്യനായിരുന്നു. നമ്മളെപ്പോലെ രൂപഭാവങ്ങളുള്ള മനുഷ്യൻ.
സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിരുന്ന മനുഷ്യൻ, വിവാഹം കഴിച്ചിരുന്ന, ഭക്ഷണം കഴിച്ചിരുന്ന, ഉറക്കം വന്നാൽ കിടന്നുറങ്ങിയിരുന്ന, ശരീരം വിയർത്തിരുന്ന, അധ്വാനിച്ചിരുന്ന, കുടുംബവും മക്കളും ഉണ്ടായിരുന്ന, അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതൊക്കെ പ്രവാചകന്റെ ജീവിതത്തിലുമുണ്ട്. പല്ല് തേച്ചിരുന്ന റസൂൽ, വസ്ത്രം ധരിച്ചിരുന്ന റസൂൽ. ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആക്ഷേപിക്കപ്പെടാറുള്ളത് റസൂലിനെ സാധാരണക്കാരനാക്കി എന്ന് പറഞ്ഞിട്ടാണ്. ഇത് റസൂലിനെ സാധാരണക്കാരനാക്കാനല്ല, ഇതായിരുന്നു റസൂൽ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തെരഞ്ഞെടുത്തത് മക്കയിലെ മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ടാണ്. അതല്ലാതെ ആകാശലോകത്ത് നിന്ന് മലക്കുകൾക്കിടയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ ഒരാളല്ല റസൂൽ എന്ന് പറയുന്നത്. മനുഷ്യർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് റസൂൽ. ഒരു മനുഷ്യൻ്റെ ഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ റസൂലിനുണ്ട്. അത് കുടുംബരംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. എവിടെയെല്ലാം ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ പ്രതിഫലിക്കുന്നുവോ അവിടെയെല്ലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്ന ഭാവത്തിൻ്റെ കാര്യത്തിൽ റസൂൽ നമ്മളെപ്പോലൊരു മനുഷ്യനാണ്. കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്ന, കാതുകൾ കൊണ്ട് കേട്ടിരുന്ന, കൈകൾ കൊണ്ട് പ്രവർത്തിച്ചിരുന്ന, കാലുകൾ കൊണ്ട് നടന്നിരുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു വ്യത്യസ്തതയുണ്ട്. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ നൽകപ്പെടുന്നുണ്ട്. ആകാശ ലോകത്തു നിന്നുള്ള ബോധനം എനിക്ക് നൽകുന്നുണ്ട്. അല്ലേ? സാന്ദർഭികമായ വിഷയങ്ങൾ ആളുകളെ പഠിപ്പിക്കേണ്ടത്, അവർക്കുള്ള സംശയങ്ങൾ, അവരുടെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട മര്യാദകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല. അത് വഹയ്യായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയ ബോധനത്തിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയായിരുന്നു. അതാണ് റസൂലിനുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത്. ഈ പരാതി നമുക്ക് മാത്രമല്ല, മക്കക്കാർക്കുണ്ട്. റസൂൽ ഒരു സാധാരണക്കാരനാണ് എന്നുള്ള പരാതി അത് ഈ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞതല്ല. റസൂലിനെ നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ തലമുറ മക്കയിലെ ആളുകൾ അവർ പറഞ്ഞു, ഇതെന്തൊരു മനുഷ്യൻ, ഇതെന്തൊരു റസൂൽ, മാലി ഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകനാണ്. ആരെ നോക്കിയിട്ടാണ് അവർ ചോദിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ട്. തങ്ങളോടൊപ്പം മക്കയിലൂടെ സഞ്ചരിക്കുന്ന, അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന, ആടുകളെ മേയ്ക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, രോഗം വരുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കടമുള്ള, സാമ്പത്തിക പ്രയാസങ്ങളുള്ള റസൂലിനെ നോക്കിയിട്ട് അവർ ചോദിച്ചു, മാലി ഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകനാണ്. യംശൂന ഫിൽ അസ്വാഖ്, ഈ പ്രവാചകൻ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഇത് പ്രവാചകനോ? നോക്കൂ നിങ്ങൾ, മക്കക്കാർക്കുള്ള ഒരു പ്രശ്നമതായിരുന്നു റസൂൽ തങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നയാളായി എന്നത് അവർക്കൊരു പ്രശ്നമായിരുന്നു. തങ്ങളെപ്പോലെ അങ്ങാടിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമായിരുന്നു. അതവർ പ്രശ്നമായിട്ട് ഉന്നയിച്ചു. ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന റസൂൽ ഇതെന്തൊരു പ്രവാചകനാണ്. അവർ കണ്ട റസൂൽ അതായിരുന്നു, അവരിൽ ഒരാളായി ജീവിച്ച റസൂൽ, അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന, അവരോടൊപ്പം തോളിൽ കൈയിട്ട് സഞ്ചരിക്കുന്ന. അല്ലെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ആളുകൾ അവരുമായി സംസാരിക്കുന്ന, സല്ലപിക്കുന്ന, തമാശകൾ പറയുന്ന, തോളിൽ കൈയിട്ട് കൊണ്ട് ചേർത്ത് പിടിക്കുന്ന. ഒരിക്കൽ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ വിരൂപിയായ ഒരു സ്വഹാബിയോടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ പൊത്തിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ആളെ അറിയാതെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തൻ്റെ പിന്നിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് എന്ന്. അദ്ദേഹം അങ്ങനെ ആ നെഞ്ചിലേക്ക് ചാരി നിൽക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഈ ചരക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാം, അദ്ദേഹം ആളുകൾക്കിടയിൽ അത്ര മതിപ്പുള്ളൊരു വ്യക്തിയല്ല. കാണാൻ സുന്ദരനല്ല, സാമ്പത്തികമായ ഭദ്രതയില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയാണ്.
അപ്പോൾ ആളുകൾക്കിടയിൽ അവഗണിക്കപ്പെടുന്ന ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് തീർച്ചയായും അള്ളാഹുവിനരികിൽ വിലപിടിപ്പുള്ള ഒരു വിലമതിക്കുന്ന ഒരു ചരക്കാണിത്. അള്ളാഹുവിനരികിൽ താങ്കൾക്ക് വിലയുണ്ട്, പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന റസൂലിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ മാർക്കറ്റിൽ. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ കാണുക. അങ്ങാടിയിലൂടെ സഞ്ചരിക്കുക, ആളുകളെ ചേർത്ത് പിടിക്കുക, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുക, അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക. ഇതെല്ലാം കണ്ട ആളുകൾ ചോദിച്ചു, ഇതെന്ത് പ്രവാചകനാണ്? അതായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹയിൻ്റെ തുടക്കം അത് ഹിറാ ഗുഹയിൽ വെച്ചാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂൽ നാട്ടിൽ നടക്കുന്ന അധാർമികൾക്കെതിരെ മിണ്ടാനും വയ്യ, പ്രതികരിക്കാനും വയ്യാത്തൊരു സാഹചര്യം വന്നപ്പോൾ മല കയറിയതാണ്. അവിടെ പോയി ധ്യാന നിമഗ്നനായിരിക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം അത് നീളും, ചിലപ്പോൾ ആഴ്ചകളോളം, മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ആ ഗുഹയിലെ താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. താഴെ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഏറെ പ്രയാസപ്പെട്ട് ഭക്ഷണവും വെള്ളവുമൊക്കെ ആയിട്ട് ആ ഗുഹയിലേക്ക് കൊണ്ടുപോയി കൊടുക്കലായിരുന്നു പതിവ്. അവിടെ വെച്ചുകൊണ്ടാണ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ആദ്യ വചനങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. ആ ഗുഹയെ വിട്ട് അന്നിറങ്ങിയ, ഹിറാ ഗുഹ വിട്ട് അന്നിറങ്ങിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും 23 കൊല്ലം ജീവിച്ചു. 13 കൊല്ലം മക്കയിലും 10 കൊല്ലം മദീനയിലും. വീണ്ടും ഒരിക്കൽ കൂടി, ഒരു പ്രാവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹിറാ ഗുഹ സന്ദർശിക്കാൻ വേണ്ടി പോയ ചരിത്രം നമുക്ക് എവിടെയും കാണുക സാധ്യമല്ല. എന്തുകൊണ്ടായിരിക്കും അത്? 2 കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കും. ഒന്ന്, റസൂലിന് അങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടാകണമെന്നില്ല. ഗുഹയിലേക്ക് ഒരിക്കൽ കൂടി പോകണമെന്ന് തോന്നിക്കാണുകയില്ല. 2ാമത്തെ കാരണം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഗുഹയിൽ നിന്നും ഏറ്റുവാങ്ങിയ വഹീൻ്റെ തുടക്കവുമായി പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിത്തിരിക്കുന്നത് ജനങ്ങളിലേക്കാണ്. ആ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ 100,000 പ്രശ്നങ്ങൾക്കിടയിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമോദി, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, അവർക്ക് വേണ്ട ജീവിതം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരിൽ ഒരാളായി റസൂൽ ജീവിക്കുകയാണ്. ആ തിരക്കുകൾക്കിടയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീണ്ടും ഒരു വിശ്രമമെടുത്ത്, ഒരു ഇടവേളയെടുത്ത് ഹിറാ ഗുഹയിൽ പോയിരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കുന്ന വിഷയം. വീണ്ടും ഒരിക്കൽ കൂടി പ്രവാചക ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി സ്വസ്ഥമായി വിശ്രമത്തിനായി ഗുഹയിലേക്ക് പോകാൻ റസൂലിന് അവസരമുണ്ടായിട്ടില്ല. റസൂൽ ജീവിക്കുകയായിരുന്നു ജനങ്ങൾക്കിടയിൽ. ആ റസൂലിനെ നമ്മൾ പള്ളിയിൽ കാണുന്നുണ്ട്, മാർക്കറ്റിൽ കാണുന്നുണ്ട്, യുദ്ധക്കളത്തിൽ കാണുന്നുണ്ട്, കുടുംബത്തിൽ ഭാര്യമാരോടൊപ്പം കാണുന്നുണ്ട്. എവിടെ റസൂലിനെ കാണാത്തത്? എല്ലാ രംഗത്തും ആ റസൂലിനെ നമ്മൾ കാണുന്നു. പ്രിയമുള്ളവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ജനങ്ങൾക്കിടയിലായിരുന്നു. റസൂലിൻ്റെ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ, താങ്കൾക്ക് മുമ്പ് ഏതെല്ലാം പ്രവാചകന്മാരെ നാം ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെയും ഇല്ലാ അന്നഹും ലയഅകുലൂന ത്വആം വയംശൂന ഫിൽ അസ്വാഖ്, അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരും അങ്ങാടികളിലൂടെ സഞ്ചരിക്കുന്നവരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരൊക്കെയും ജീവിച്ചത് ജനങ്ങൾക്കിടയിലായിരുന്നു. ഏതോ ഒരു പർണശാല കെട്ടി, ഒരു മഠമുണ്ടാക്കി, ഒരു കുന്നിന് മുകളിൽ ഒറ്റയ്ക്ക് പോയി ആരാധനാ കർമ്മങ്ങളുമായി കഴിച്ചുകൂട്ടുന്നൊരവസ്ഥയിലായിരുന്നില്ല അവരുണ്ടായിരുന്നത്. അവർ ജീവിച്ചത് ജനങ്ങൾക്കിടയിലായിരുന്നു. ആ തിരക്കുകൾക്കിടയിൽ പിന്നീട് അവർക്ക് സ്വസ്ഥമായി ഒറ്റയ്ക്ക് പോയി ഇരിക്കുക എന്നുള്ള ഹിറാ ഗുഹയിലേക്കുള്ള മടക്കയാത്രയൊന്നും റസൂലിൻ്റെ ജീവിതത്തിൽ കാണാത്തത് അതുകൊണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ പ്രബോധനം എന്നുള്ളത് അവരുടെ ജീവിതമായിരുന്നു. അല്ലെ, അത്ഭുതങ്ങൾ കാട്ടിയിട്ടൊന്നുമല്ല പ്രവാചകന്മാർ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചത്. അത്ഭുതങ്ങളുണ്ടായിരുന്നു പ്രവാചകന്മാർക്ക്. മുഅ്ജിസത്തുകൾ എന്ന് നാം പഠിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ, പല പ്രവാചകന്മാരിലൂടെയും അള്ളാഹു പുറപ്പെടുവിച്ച ദൃഷ്ടാന്തങ്ങൾ, അത് അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ അനിവാര്യതയായി മാറിയ ചില സംഗതികളിൽ മാത്രമാണ് മുഅ്ജിസത്ത് പ്രകടമായിട്ടുള്ളത്. അതല്ലാതെ പൊതുവെ എല്ലാവർക്കും മുമ്പിൽ ചെന്നും കൈകൾ പൊക്കി
ആകാശലോകത്ത് നിന്ന് എന്തൊക്കെയോ വലിച്ചു വാരിയെടുത്തുള്ള അത്ഭുതങ്ങളൊന്നും കാട്ടിയിട്ടല്ല പ്രവാചകന്മാർ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചത്. പച്ചയായി അവർക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. നാവിലൂടെ വരുന്ന സംസാരങ്ങൾ അവർ കേട്ടു, ആ ജീവിതം അവർ നേർക്കുനേരെ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്നുള്ള മുദ്ര കൊത്തിയിട്ട് അവർ അകറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരിൽ പലരും ചിന്തിച്ചു, ഒരു മനുഷ്യനായ പ്രവാചകനാണ് എന്ന് വാദിക്കുന്ന, അതോടൊപ്പം ഒരു മനുഷ്യനായ സത്യസന്ധമായ ജീവിതം നയിക്കുന്ന ആ പ്രവാചകന്മാരെ നോക്കി പലരും ആ സത്യത്തിൻ്റെ വക്താക്കളായി മാറിയ ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. റസൂലിന്റെ അരികിൽ വന്നിട്ട് ആളുകൾ പറയുന്നുണ്ട് പല അത്ഭുതങ്ങളും കാണിക്കാൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിൻ്റെ ചില ഉദാഹരണങ്ങൾ കാണാം. വഖാലു, റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ആളുകൾ പറഞ്ഞു, ലൻ നുഅ്മിന ലക, താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഏതുവരെ? ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ, ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ഈ ഭൂമിയിൽ ഒരു ഉറവ് താങ്കൾ അത്ഭുതമായി പൊട്ടിപ്പുറപ്പെടുപ്പിച്ച് കാണിച്ചു തരണം. വെള്ളത്തിൻ്റെ ഒരു ഉറവ് ഇങ്ങനെ ഞങ്ങൾ നിൽക്കെ ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കി കാണിച്ചു തരിക. നിർത്തിയില്ല അവർ. ആ അരുവികൾ ഇങ്ങനെ പൊട്ടിയൊഴുകി അതിന് ചുറ്റും മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും മരങ്ങളൊക്കെ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന തോട്ടങ്ങൾ നിനക്കിങ്ങനെ ഉണ്ടാവണം. ആ തോട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരണം. വീണ്ടും അവർ ആവശ്യപ്പെട്ടു, ആകാശത്തിന്റെ ഒരു കഷണം നീ പറയാറുണ്ടല്ലോ പലപ്പോഴും, വിശ്വസിച്ചില്ല എങ്കിൽ ശിക്ഷ വരും, എങ്കിൽ നീ ഒരു ശിക്ഷ കൊണ്ടുവരണം. ആകാശത്തിന്റെ ഒരു കഷണം അതിങ്ങനെ ഞങ്ങൾക്ക് മേൽ വീഴ്ത്തണം, പൊട്ടിച്ച് വീഴ്ച കാണിച്ചു തരണം. എന്തൊക്കെ അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നു നോക്കൂ നിങ്ങൾ. നിർത്തിയില്ല അവർ പറഞ്ഞു, നീ അള്ളാഹുവിനെ കൊണ്ടുവരണം, അതോടൊപ്പം മലക്കുകൾ വരണം, കബീല, കൂട്ടം കൂട്ടമായിട്ട് മലക്കുകളെയും അള്ളാഹുവിനെയും ഒക്കെ ഞങ്ങളുടെ മുമ്പിലേക്ക് നീ കൊണ്ടുവരണം, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഔ യകൂന ലക ബൈത്തും മിൻ സുഖറുബ് ഔ തർകാ ഫിസ് സമാഇ വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, അതല്ലെങ്കിൽ നിനക്ക് നല്ല ഭംഗിയുള്ളൊരു വീടുണ്ടാവണം, ഈ ചറ്റക്കൊടിൽ മാറി ഇവിടെ നല്ലൊരു വീട് നീ ഞങ്ങൾക്ക് കാണിച്ചു താട്ടെ, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. അതല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോകണം ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട്, എന്നിട്ട് ആകാശത്തേക്ക് നീ പോയി എന്നതിൻ്റെ തെളിവായിട്ട് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ തുറന്ന് വായിക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥവുമായി താഴേക്ക് ഇറങ്ങി വരണം, ഞങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ ആളുകൾ ആവശ്യപ്പെടും. ഈ അത്ഭുതങ്ങളൊക്കെ കാണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് കാണിച്ചു കൊടുത്താൽ അവർ വിശ്വാസികളാകും. റസൂലിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാവില്ലേ ഈ ആളുകളൊക്കെ വിശ്വാസികളാകണമെന്നുള്ളത്? പക്ഷേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിച്ചൊരു മറുപടിയുണ്ട് അതിന്. ഖുൽ, പ്രവാചകരെ, ആ ആവശ്യം ഉന്നയിച്ച ആളുകളോട് താങ്കൾ പറയണം, സുബ്ഹാനക, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധൻ. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഞാനൊരു മനുഷ്യനാണ്, അതോടൊപ്പം ഒരു റസൂലാണ്. ആദ്യം റസൂലിനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നത് താങ്കൾ ഒരു മനുഷ്യനാണ് എന്ന് പറയാനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ എടുത്തു കാണിക്കുന്ന അത്ഭുതങ്ങളും മായാജാലങ്ങളും പ്രവർത്തിക്കുന്ന ഒരു അമാനുഷികനല്ല ഞാനൊരു മനുഷ്യനാണ്, അതോടൊപ്പം ഞാനൊരു റസൂലാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ എടുത്തു കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇതാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിലൂടെ വന്നിട്ടുള്ള അത്ഭുതങ്ങൾ അത്രത്തോളം അത്യാവശ്യമായ ഘട്ടങ്ങളിൽ അള്ളാഹു പ്രകടിപ്പിച്ചതാണ്. അത് പ്രവാചകന്മാർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ എടുത്തു കാണിക്കുന്ന അത്ഭുതങ്ങൾ പോലുമല്ല, അത് അവരുടെ കഴിവിൽപ്പെട്ടതല്ല. അത് അത്യാവശ്യ സമയങ്ങളിൽ, നിർവാഹമില്ലാത്ത ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും മറ്റും അള്ളാഹു കൊടുക്കുന്ന അത്ഭുതങ്ങളാണ് മുഅ്ജിസത്തുകൾ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അവർക്കതിൽ ഇടപെടാൻ കഴിയില്ല. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ മനുഷ്യർക്കിടയിൽ ആ പ്രവാചകനായി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു ഓതിക്കൊടുത്ത വിശുദ്ധ വചനങ്ങൾ അവർക്ക് മുമ്പിൽ ഓതിക്കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം സ്വന്തം ജീവിതത്തിൽ പകർത്തി മാതൃക കാണിച്ചു കൊടുത്ത് ജീവിച്ച് കാണിക്കുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. നോക്കൂ പ്രിയമുള്ളവരെ,
ആ പ്രവാചകന്മാർ അഖിലം ചെയ്ത കാര്യങ്ങൾ ഇതായിരുന്നു. അവർക്ക് പ്രവാചകന്മാരെ പ്രവാചകന്മാരായി അംഗീകരിക്കാനുള്ള ഒരു തടസ്സവും അത് തന്നെയായിരുന്നു. വമാ മനഅന്നാസ് അൻ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറൻ റസൂല. ആളുകൾക്കുള്ള വൈമുഖ്യം തങ്ങളിലേക്ക് റസൂലായി നിയോഗിക്കപ്പെട്ട വ്യക്തിയെ അംഗീകരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ഉള്ള തടസ്സമായി അവർ പറഞ്ഞത് അള്ളാഹു എന്തുകൊണ്ടൊരു മനുഷ്യനെ റസൂലായി തിരഞ്ഞെടുത്തയച്ചു എന്നുള്ളിടത്താണ്. അതായിരുന്നു അവരുടെ ഒരു പ്രശ്നം. അള്ളാഹു പറയുന്നതിന് മറുപടി സൂറത്ത് ഇസ്രായിൽ നമുക്ക് വായിക്കാം. ഭൂമിയിൽ ഉണ്ടായിരുന്നത് അള്ളാഹു റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ മനുഷ്യരോട്. ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നത്, ഭൂമിയിലുള്ളത് മലായിക്കത്തുൻ മലക്കുകളായിരുന്നുവെങ്കിൽ, മാലാഖമാരായിരുന്നുവെങ്കിൽ. എങ്ങനെയുള്ള മാലാഖമാർ? യംശൂന മുത്മഇന്നീന, ശാന്ത പ്രകൃതക്കാരായി നടന്നു നീങ്ങുന്ന മലക്കുകളായിരുന്നു ഈ ഭൂമിയിലുള്ളത് എങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ്സമാഇ മലക്കൻ റസൂല, ആകാശത്ത് നിന്നും നാം ഭൂമിയിലേക്ക് അയക്കുന്ന ദൂതന്മാർ അത് മലക്കുകളായിരുന്നു. മലക്കുകളെ അയക്കുമായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെയുള്ളത് മലക്കുകളല്ല, ഇവിടെ ജീവിക്കുന്നത് മനുഷ്യരാണ്. അവരുടെ പ്രകൃതം വേറെയാണ്. അവർ ശാന്ത സ്വഭാവക്കാരൊന്നുമല്ല. ആ മനുഷ്യർക്ക് പ്രവാചകന്മാരായി വരേണ്ടത്, അവർക്ക് സന്മാർഗം പഠിപ്പിക്കേണ്ടത്, അവർക്ക് മുമ്പിൽ മാതൃകയായി നിൽക്കേണ്ടത് മനുഷ്യരിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യരായ പ്രവാചകന്മാരെ അയച്ചത് എന്ന അല്ലാഹു തആല കൃത്യമായ സലക്ഷ്യം അതിന് മറുപടി സമർത്ഥിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ പ്രിയമുള്ളവരെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗൗരവമായ ഒരു ചിന്ത ഈ വിഷയത്തിൽ നമുക്ക് വേണം. പ്രവാചകന്മാരെ അനുധാവനം ചെയ്യേണ്ടത് അവർ ജീവിച്ച് കാണിച്ച മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം. 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൃത്യമായി കണ്ടെത്തണം പ്രിയമുള്ളവർ. 2 ചോദ്യങ്ങൾ. അതിലൊന്ന്, എന്തിനായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് ഇവിടെ? 2, എങ്ങനെ ജീവിച്ചു? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും അതിന് സ്വന്തം ജീവിതത്തിൽ മറുപടികൾ കണ്ടെത്താനും സാധിച്ചാൽ വളരെ കൃത്യമായി ഈ വിഷയത്തെ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും. പ്രവാചകന്മാർ ജീവിച്ചത്, അവർ നമുക്ക് മുമ്പിൽ മനുഷ്യരായി ജീവിച്ചു. ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും. വന്നതൊരു പ്രവാചകനായ മലക്കായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏതൊരു മനുഷ്യനും പടച്ചവന്റെ മുമ്പിൽ ന്യായം പറയാം നാളെ. ഞങ്ങൾക്ക് മുമ്പിൽ വന്നത് മനുഷ്യനായ പ്രവാചകനല്ല, ദൂതനല്ല. ഒരു മലക്കിന് അങ്ങനെയും ജീവിക്കാം, എത്ര പരിശുദ്ധിയിൽ, അങ്ങേയറ്റത്തെ പരിശുദ്ധിയിൽ അവർക്ക് ജീവിക്കാം. പക്ഷേ മനുഷ്യർക്കത് സാധ്യമല്ല എന്ന് മനുഷ്യർക്ക് ന്യായം പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യർക്ക് മുമ്പിൽ പരിശുദ്ധരായി ജീവിക്കാൻ മനുഷ്യരായ ആളുകൾക്ക് പറ്റുമെന്ന് തെളിയിക്കാൻ അള്ളാഹു മനുഷ്യരായ പ്രവാചകന്മാരെ തന്നെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചത്. മനുഷ്യർക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കും. നന്മയുടെ നിറകുടങ്ങളായി, നാട്ടുകാർക്ക് മുമ്പിൽ അൽ അമീനായി, വിശ്വസ്തൻ എന്ന വിളിയേറ്റു വാങ്ങിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് പ്രവാചകൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നിയോഗിച്ചിട്ടുള്ളത്, നിർവഹിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നാം ഓരോരുത്തരും തിരിച്ചറിയുക. പ്രവാചകന്മാർക്കെതിരെയുള്ള, പ്രത്യേകിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വിമർശിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആ ആക്ഷേപങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. എൻ്റെ റസൂൽ സംസാരിച്ചത് ഈ രൂപത്തിലാണ്. നമ്മുടെ സംസാരത്തിനൊരു മാതൃക വേണം. എൻ്റെ റസൂലിൻ്റെ ജീവിതം, ഇരുത്തം, കിടത്തം, വസ്ത്രധാരണം, സംസാരം, കച്ചവടം, സ്വഭാവം, ഏത് രംഗത്തും എൻ്റെ റസൂൽ ഇതാണ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ. കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചപ്പോൾ ബില്ല് കൊണ്ടുവന്നു വെയിറ്റർ. അപ്പോൾ ബില്ല് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ പേരോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ കണക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലെ തോന്നി. ആ വെയിറ്ററോട് ചോദിച്ചു, ഇത് ഓരോന്നിൻ്റെ പേര് പറഞ്ഞിങ്ങനെ തുക കണക്ക് കൂട്ടി നോക്കുമ്പോൾ അവസാനം ഒരു 15 രൂപ അതിൽ കുറവുണ്ട്. അപ്പോൾ അദ്ദേഹം മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചാൽ മുസ്ലിം ആണല്ലേ എന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെ പൊതുസമൂഹം വിലയിരുത്തുന്ന ചില മേഖലകളുണ്ട്. ഒന്നും ഉണ്ടായിട്ടല്ല, ആകെ ഒരു 15 രൂപയുടെ ഒരു ഇടപാട്, 1 രൂപയുടേതാണെങ്കിൽ പോലും ഒരു വിശ്വാസി എന്നുള്ളതിലേക്ക് നമുക്ക് ചില നിലപാടുകൾ സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് ഇതര സമൂഹങ്ങൾക്കിടയിൽ ഏറെ ആക്ഷേപങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മധ്യേ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് അനന്തരഫലങ്ങളുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. പല ആളുകളുടെയും ഇസ്ലാമിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
നിസ്സാര സംഭവങ്ങളുടെ പേരിലാണ് അതിൻ്റെ തുടക്കമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മുസ്ലിം ആവുക, റസൂലിൻ്റെ യഥാർത്ഥ അനുയായിയാവുക, റസൂലിൻ്റെ ചര്യയെ സ്നേഹിച്ചുകൊണ്ട് റസൂലിനെ പിൻപറ്റുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ള, പ്രത്യേകിച്ച് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മുടെ കാതുകളിലേക്ക് എത്താറുള്ളൊരു ഹദീസാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യ ഉണ്ടാക്കിയെടുത്താൽ അത് ഏറ്റെടുക്കുന്ന, അത് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം അത് തുടങ്ങിക്കൊടുത്ത വ്യക്തിക്കുണ്ട് എന്ന ആശയത്തിൽ വരുന്ന അല്പം സുദീർഘമായൊരു ഹദീസാണത്. ഇത് നബിദിനാഘോഷം ഉണ്ടാക്കാൻ തെളിവായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ ഈ ഹദീസ് ഓതപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിനൊരു ബേസ് ഉണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ഒരാൾ കടന്നു വരുന്നുണ്ട്. ഒരു യാചകനായിട്ടാണ് ആ മനുഷ്യൻ കടന്നു വന്നത്. അപ്പോൾ അയാൾ റസൂൽ അരികിൽ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്താണ് നിൻ്റെ വീട്ടിലുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപയോഗിക്കുന്നൊരു വസ്ത്രവും ഒരു പാത്രവും ഒക്കെ ഉണ്ട്, അത് എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് കൊണ്ടുവന്നു. റസൂലുള്ളാഹി ഇരിക്കുന്ന സദസ്സിലുള്ള ആളുകളോട് ചോദിച്ചു, ഇത് ഒരു ദിർഹമിന് എടുക്കാൻ ആരുണ്ട്? അപ്പോൾ ചില ആളുകൾ സന്നദ്ധരായി. അപ്പോൾ റസൂൽ വീണ്ടും ഉയർത്തി ചോദിച്ചു, ഇത് 2 ദിർഹമിന് എടുക്കാൻ ആരുണ്ട്? അപ്പോഴും അത് വാങ്ങാൻ ആളുണ്ട്. അവർക്ക് ആ പാത്രവും ഇതും കൊടുത്തിട്ട് റസൂൽ ആ 2 ദിർഹം തിരിച്ചു വാങ്ങിയിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, 1 ദിർഹം നിൻ്റെ വഴിച്ചെലവിനുള്ളതാണ്. 1 ദിർഹം നീ കൊണ്ടുപോയി ഒരു മഴു വാങ്ങണം, വിറക് വെട്ടി ജീവിക്കണം എന്നൊക്കെ ഉപദേശിച്ച് കൊടുത്തിട്ട് പറഞ്ഞു വിടുന്ന ആ ചരിത്രത്തിലാണ് ഈ വിഷയം നമ്മൾ കാണാൻ കഴിയുന്നത്. ആ സമയത്താണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, ആരെങ്കിലും നല്ലൊരു കാര്യം തുടങ്ങിക്കൊടുത്താൽ അത് ഏറ്റെടുക്കുന്ന ആളുകളുടേതായ പ്രതിഫലത്തിൻ്റെ ഒക്കെ ഒരു വിഹിതം ഇത് തുടങ്ങിക്കൊടുത്ത വ്യക്തിക്ക് കിട്ടും. ഇതൊരിക്കലും ഇല്ലാത്ത ഒരു സംഗതി പുതുതായിട്ടുണ്ടാക്കാൻ ഉള്ളൊരു കാര്യമല്ല. ഇത് വളരെ വ്യക്തമാണ് ആ ഹദീസ്. പാവപ്പെട്ടവരെ സഹായിക്കണം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിർദ്ദേശങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ്. അഗതികളെ, അനാഥകളെ, വിധവകളെ ഒക്കെ ചേർത്ത് പിടിക്കണമെന്നുള്ള ഇസ്ലാമിൻ്റെ താല്പര്യമാണ്. അവരെ സഹായിക്കാൻ ഒരു കൂട്ടായ്മ രംഗത്ത് വന്നു. ഒരു ബിരിയാണി ചലഞ്ച് നടത്തി, അതല്ലെങ്കിൽ ഒരു പായസ ചലഞ്ച് നടത്തി. അപ്പോൾ ഇതൊക്കെ റസൂൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട. കാരണം എന്താ? ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് പാവപ്പെട്ടവരെ. അത് ഇസ്ലാം അനുവദിച്ച ഏതു മാർഗത്തിലും അതിനു വേണ്ട വഴികൾ നമുക്ക് കണ്ടെത്താം. കാരണം അത് ഇസ്ലാമിൽ ഉള്ള ഒരു സംഗതിയാണ്. എന്നാൽ നബിദിനാഘോഷം അങ്ങനെയാണ്. അത് ഈ അടുത്ത കാലത്ത് പുതുതായി രൂപം കൊണ്ടതാണ് എന്നത് തുടങ്ങിയവർ തന്നെ സമ്മതിക്കുന്നൊരു വസ്തുതയാണ്. റസൂലിൻ്റെ കാലത്തോ സ്വഹാബത്തിൻ്റെ കാലത്തോ തബഅത്താബികളുടെ കാലത്തോ ഒന്നുമില്ല എന്ന് അവർ തന്നെ വാഴ്ന്നു പറയുകയും എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആയത്തും ഹദീസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ഒരു ബിരിയാണി കൊടുത്തില്ലെങ്കിൽ ഒരു ഈത്തപ്പഴമെങ്കിലും കൊടുത്തതിൻ്റെ ഒരു തെളിവ് അവിടെ കാണണം. പക്ഷെ അതില്ല. അവിടെയാണ് പ്രശ്നം. അപ്പം ഇങ്ങനെയുള്ള ഹദീസുകളെയൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് തെളിവുണ്ടാക്കുന്നത് എന്ന വസ്തുത കൂടി നമ്മുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവണം. പ്രമാണങ്ങളായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അറിവും ബോധ്യവും അത് നമുക്ക് വേണം. അതില്ലെങ്കിൽ പലപ്പോഴും ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു. അതിന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം എന്നുള്ളത് കൃത്യമായ തെളിഞ്ഞ പാതയാണ്. അതിലൊരു അഴകുഴമ്പൻ നയവുമില്ല, അതല്ലെങ്കിൽ അവ്യക്തതകളുമില്ല, ഒന്നുമില്ല. വളരെ കൃത്യമാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും. അത് വിശ്വാസമാണെങ്കിലും കർമ്മമാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും. അപ്പം അവിടെ കൃത്യമായി ഞാനുണ്ട് എന്നുറപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ വക്താക്കളായി
100% മുസ്ലിമായി ജീവിക്കാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പാരത്രിക ലോകത്ത് സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണസമയത്ത് കലിമയുച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.